നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൾസ് പോളിയോ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി മാർച്ച് 3 ഞായറാഴ്ച കേരളത്തിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ചാക്യാർ കൂത്ത് സംഘടിപ്പിച്ചു. ജനതാദൾ എസ് ജില്ലാ ഭാരവാഹികളും നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജില്ലാ ഘടകവും മറ്റു ജില്ലകളിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരും ആർജെഡിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവം മാർച്ച് 1 മുതൽ 8 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. പൾസ് പോളിയോ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി മാർച്ച് 3 ഞായറാഴ്ച കേരളത്തിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി നടത്തും. 5 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴിയാണ് തുള്ളിമരുന്ന് നൽകുക. രോഗബാധ ഒഴിവാക്കാൻ കുട്ടികൾക്ക് നിർബന്ധമായും തുള്ളിമരുന്ന് നൽകണമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. ദേശീയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഈ വർഷത്തേത് 2024 മാർച്ച് 3 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 5 മണി വരെ നടത്തുകയാണ്. അന്നേ ദിവസം നമ്മുടെ ജില്ലയിൽ സജ്ജമാക്കിയിട്ടുള്ള ബൂത്തുകളിൽ വെച്ചായിരിക്കും ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നടത്തുന്നത്. അതിന് ശേഷമുള്ള 2 ദിവസങ്ങൾ മാർച്ച് 4, 5 തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഏതെങ്കിലും കാരണവശാൽ ഞായറാഴ്ച പൾസ് പോളിയോ വാക്സിൻ എടുക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി പൾസ് പോളിയോ വാക്സിൻ നൽകുന്നതാണ്. ഇതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ജില്ലയിൽ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ 2210 ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഏരിയകളിലേക്കാണ് മൊബൈൽ ബൂത്തുകൾ സജ്ജീകരിക്കുന്നത്. ട്രൈബൽ ഏരിയാസ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണവുമായി ചാക്യാരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് ചാക്യാർ കൂത്ത് സംഘടിപ്പിച്ചത്. ഗോകുല മോളിലായിരുന്നു കൂത്ത് അവതരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ചാക്യാർ കൂത്ത് സംഘടിപ്പിച്ചു. ജില്ലാ സ്വീപ് സെൽ, കോഴിക്കോട് ജില്ലാ നെഹ്റു യുവകേന്ദ്ര എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗോകുലം മാളിലായിരുന്നു ചാക്യാർ കൂത്ത് നടന്നത്. വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പ്രാധാന്യം എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു കൂത്തരങ്ങേറിയത്. പൊതിയിൽ നാരായണ ചാക്യാരാണ് ഏറെ വ്യത്യസ്തമാർന്ന കൂത്ത് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. സ്വീപ്പ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ വി ഹനസ്, നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ സി അനൂപ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനതാദൾ എസ് ജില്ലാ ഭാരവാഹികളും നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജില്ലാ ഘടകവും മറ്റു ജില്ലകളിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരും ആർജെഡിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി സംസ്ഥാന സെക്രട്ടറി കെ ലോഹ്യ. ലയന സമ്മേളനം മാർച്ച് 2 കോഴിക്കോട്ട് നടക്കും. ദേശീയ നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് തീരുമാനത്തിന് പിന്നിലെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിൽ തന്നെ ഈ നിലപാട് പ്രതിഷേധിച്ചു നാണുകെട്ടുന്ന നേതൃത്വത്തിൽ കുറെ ആളുകൾ നേരത്തെ തന്നെ ജനതാദൾ എസ് വിട്ടു. ഇപ്പോൾ ഡോക്ടർ നീല ലോഹിതദാസ് നാടാർ ജനതാദൾ എസിന്റെ ഈ നിലപാട് പ്രതിഷേധിച്ച് പാർട്ടി വിടാനൊരുങ്ങുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടില്ലാതെ
കേന്ദ്രത്തിൽ BJP-യോടൊപ്പം നിൽക്കുന്ന സമീപനം സ്വീകരിച്ച് ഇവിടെ LDF-ന്റെ ഭാഗമായ ആനുകൂല്യങ്ങൾ കൂടി പറ്റുന്ന സമീപനത്തോടുള്ള വിയോജിപ്പ് കഴിഞ്ഞ കമ്മിറ്റികളിലൊക്കെ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ കാര്യങ്ങൾ ഇതുവരെ ഒരു തീരുമാനമുണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ജനതാദൾ എസുമായുള്ള ബന്ധം ഒഴിവാക്കാനും. എന്നാൽ ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് BJP-യുമായി സഖ്യം ചേരാത്ത, BJP-യുടെ എല്ലാ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അവർക്ക് കീഴ്പ്പെടാതെ പ്രവർത്തിക്കുന്ന ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ MP ശ്രേയംസ് കുമാർ നയിക്കുന്ന RJD-യുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവം മാർച്ച് 1 മുതൽ 8 വരെ വിവിധ പരിപാടികളോടെ നടക്കും. മാർച്ച് 1-ന് രാത്രി 7 മണിക്ക് പറവൂർ രാകേഷ് തന്ത്രിയുടെയും KV ഷിബു ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ കൊടിയേറ്റും. രാത്രി 8 മണിക്ക് കൊടിയേറ്റ സദ്യയും തുടർന്ന് ഗാനമേളയും രാത്രി കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകുമെന്ന് ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ അറിയിച്ചു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ഉത്സവ ദിനങ്ങളിൽ വിശേഷാൽ പൂജകളും ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് ഭജനയും നൃത്തവും വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ ആഘോഷവരവുകളും എഴുന്നള്ളിപ്പും രാത്രി കലാപരിപാടികളും ഉണ്ടാകും. 8 ദിവസങ്ങളിലായി നഗരത്തിലും സമീപത്തുമുള്ള 70 പ്രാദേശിക കലാസംഘങ്ങളിലെ 400 കലാകാരന്മാർ വേദിയിലെത്തുമെന്ന് ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ 114 വർഷം മുമ്പ് ശിവപ്രതിഷ്ഠ നടത്തിയ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ ശിവരാത്രി മഹോത്സവം മാർച്ച് 1 മുതൽ 8 വരെ സവിശേഷ പൂജാവിധികളുടെയും വൈവിധ്യമാർന്ന കലാപരിപാടികളുടെയും ആഘോഷിക്കുന്നതാണ്. മാർച്ച് 1-ന് രാത്രി 7 മണിക്ക് പറവൂർ രാകേഷ് തന്ത്രിയുടെയും KV ഷിബു ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ 8 ദിവസത്തെ ഉത്സവത്തിന് കൊടിയേറും. മാർച്ച് 8-ന് മഹാശിവരാത്രി ദിവസം വൈകിട്ട് 4-ന് ക്ഷേത്രയോഗം വനിതാ വിഭാഗത്തിന്റെ അക്ഷര ശ്ലോക സദസ്സ്, 5-ന് ശിവസഹസ്രനാമാർച്ചന, ശീതങ്കൻ തുള്ളൽ എന്നിവ അരങ്ങേറും. പിന്നീട് സമാപന സമ്മേളനം നടക്കും. രാത്രി 9-ന് ആറാട്ടിനു ശേഷം കൊടിയിറക്കും. തുടർന്ന് കലാപരിപാടികൾ, ഗാനമേള, കരിമരുന്ന് പ്രയോഗം എന്നിവയുമുണ്ടാകും. ക്ഷേത്രയോഗത്തിന്റെ നേതൃത്വത്തിൽ ഗജമണ്ഡപ നിർമ്മാണം, ക്ഷേത്രവളപ്പിലെ റോഡും പാർക്കിംഗ് സ്ഥലവും പൂട്ടുകെട്ട പാകൽ തുടങ്ങിയ പ്രവർത്തികൾ നടത്തിയതായി പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർ പ്രൊഫസർ OJ ചിന്നമ്മയും നാട്ടുകാരും കൈകോർത്തപ്പോൾ പ്രദേശത്ത് റോഡ് യാഥാർത്ഥ്യമായി. കക്കാട്ടുപാറ ഇമ്മിലേരിത്താഴം റോഡ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി തലക്കുളത്തൂർ കക്കാട്ടുപാറ ഇമ്മിലേരിത്താഴം പ്രദേശത്തെ ജനങ്ങൾക്ക് ഇവിടെ കാൽനട യാത്ര പോലും ദുസ്സഹമായിരുന്നു. മഴക്കാലമായാൽ അതിലേറെ ദുർഘടം. പ്രദേശവാസികളുടെ ആവലാതി അറിഞ്ഞ ഗ്രാമപഞ്ചായത്ത് മെമ്പർ OJ ചിന്നമ്മ സ്ഥലവാസിയായ രാധാകൃഷ്ണൻ മാസ്റ്ററുടെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ സുമനസ്സുകളുടെ സഹായത്താൽ റോഡ് നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് ഗുണഭോക്താക്കളും വികസന സ്നേഹികളും കൈകോർത്തപ്പോൾ 20 മീറ്റർ കോൺക്രീറ്റ് റോഡും 200 മീറ്റർ മൺ റോഡും യാഥാർത്ഥ്യമായി. കക്കാട്ടുപാറയിൽ നടന്ന ചടങ്ങിൽ MK രാഘവൻ MP റോഡ് നാടിന് സമർപ്പിച്ചു. MP ഫണ്ട് അനുവദിക്കുന്നതിൽ ഒട്ടേറെ പരിമിതി ഉണ്ടാകാറുണ്ട്. അതിനെല്ലാം മറികടന്നാണ് ജനകീയ കൂട്ടായ്മയിലെ റോഡ് എന്ന് MP പറഞ്ഞു. എല്ലാവരും ന്യായമായ ആവശ്യങ്ങളാണ് കൊണ്ടുവരുന്നത്, പക്ഷേ നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥ. 2 കോടി കൊണ്ട് 7 വർഷം എങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് കഴിയാവുന്ന രീതിയിൽ, പറ്റാവുന്ന രീതിയിൽ സഹായിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും നിങ്ങളുടെ സമ്പൂർണമായ സഹകരണത്തോടു കൂടിയാണ് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഗ്രാമപഞ്ചായത്ത് അംഗം OJ ചിന്നമ്മ അധ്യക്ഷയായിരുന്നു.
റോഡിന് സ്ഥലം വിട്ടു നൽകിയ ഗുണഭോക്താക്കളായ കുഞ്ഞുലക്ഷ്മിയമ്മ, ചെട്ട്യാൻ വീട്ടിൽ ഉമ്മർ, ശ്രീനിവാസൻ, കൊല്ലോലത്ത് കുടുംബാംഗങ്ങളായ അരവിന്ദാക്ഷൻ, അശോകൻ, അജിത്ത്, വിശ്വൻ, ആണ്ടിക്കുട്ടി മാസ്റ്റർ, പ്രകാശൻ, പുത്തൂർ വീട്ടിൽ സുകുമാരൻ, ഷിജിത്ത്, രാമദാസൻ എന്നിവരെ ആദരിച്ചു. ഈ ഭാഗത്ത് 2 വീട്ടുകാർ കൂടി സ്ഥലം വിട്ടു നൽകിയാൽ കക്കാട്ടുപാറ പ്രദേശവാസികൾക്ക് മുക്കം കടവ് ഭാഗത്തേക്കും പുറക്കാട്ടിരി സ്റ്റേറ്റ് ഹൈവേയിലേക്കും വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയും. 6,741 രൂപ ചെലവഴിച്ച് 129 ദിവസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. റോഡ് കൺവീനർ കെ ചോയ്ക്കുട്ടി മാസ്റ്റർ, പ്രൊഫസർ TM രവീന്ദ്രൻ, കെ ബാലൻ, PM ഹാഷിം, ഷിബു പുലാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. 60ാം വാർഷികം ആഘോഷിക്കുന്ന ഗ്രാമപഞ്ചായത്തിന് 11ാം വാർഡിൻ്റെ ഉപഹാരമാണ് 3ാമത്തെ റോഡെന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ OJ ചിന്നമ്മ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേബിൾ TV ഇന്റർനെറ്റ് രംഗത്ത് വിപ്ലവകരമായ മാതൃക സൃഷ്ടിച്ച സംഘടനയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് MP നികേഷ് കുമാർ. COA സംഘടിപ്പിച്ച മാധ്യമ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമങ്ങൾ അധികാര താൽപര്യങ്ങൾക്ക് കീഴടങ്ങുന്നുവോ എന്ന വിഷയത്തിൽ കോഴിക്കോട്ട് മാധ്യമ സെമിനാർ നടന്നു. സഹകരണാടിസ്ഥാനത്തിൽ വിപ്ലവകരമായ മാതൃകയിൽ പ്രാദേശിക ടെലിവിഷൻ ചാനലുകളുടെ കൂട്ടായ്മയായി എല്ലാ ചാനലുകളും മലയാളികളുടെ വീട്ടിലെത്തിക്കുന്നതിന് COA പ്രത്യേകം ശ്രദ്ധ പുലർത്തിയെന്ന് റിപ്പോർട്ടർ ചാനൽ ചീഫ് എഡിറ്റർ MV നികേഷ് കുമാർ പറഞ്ഞു. ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ സത്യസന്ധതയേക്കാൾ, ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ നിഷ്പക്ഷതയേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എല്ലാ ടെലിവിഷൻ ചാനലുകളും മലയാളികൾ കാണണം എന്ന നിർബന്ധ ബുദ്ധി കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങളെ നേരിടുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരേ രീതിയാണ് സ്വീകരിക്കുന്നതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വിനു V. ജോൺ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ നടപടികളൊക്കെ വരുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തിന്റെ പേരിലല്ല. കാരണം ഒരു കാരണം നോക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അധികാര കേന്ദ്രങ്ങൾ എന്നത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ലെന്നും ജാതിമത തീവ്രവാദ സംഘടനകളും ഇതിൽ പെടുമെന്നും ഇവരും ഏതെങ്കിലും തരത്തിൽ അവരുടെ അധികാര താൽപര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മേൽ പ്രയോഗിക്കാൻ ശ്രമിക്കുകയാണെന്നും മനോരമ ന്യൂസിന്റെ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് പറഞ്ഞു. പണ്ടൊക്കെ നെഹ്റുവിൻ്റെ കാലത്തൊക്കെ നെഹ്റു തന്നെ പറയുമായിരുന്നു, എനിക്കൊരു നല്ല പ്രതിപക്ഷം. 51-52 കാലത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ തന്നെ പറയും, എനിക്കൊരു നല്ല പ്രതിപക്ഷം വേണം എന്നാണ് പറയുക. ഇപ്പോഴങ്ങനെയല്ല. പ്രതിപക്ഷത്തിൻ്റെ സർവനാശം എന്നതാണ് ഭരണപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. മാധ്യമങ്ങൾക്ക് ആഗോളതലത്തിൽ നേരത്തെ തന്നെ വലതുപക്ഷത്തേക്ക് ചുവടുമാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും 2014 ശേഷം രാജ്യത്ത് അത് വർദ്ധിച്ചെന്നും ഡിജിറ്റൽ മീഡിയ വിദഗ്ധനായ ദാമോദർ പ്രസാദ് പറഞ്ഞു. സെമിനാറിൽ കേരള ഇൻഫോ മീഡിയ CEO NE ഹരികുമാർ മോഡറേറ്ററായിരുന്നു. COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K. വിജയകൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. പൊതുസമ്മേളനം മന്ത്രി AK ശശീന്ദ്രനും പ്രതിനിധി സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസും ഉദ്ഘാടനം ചെയ്യും. സെമിനാറുകളും സംവാദങ്ങളും മറ്റു പരിപാടികളും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. COA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ സാംസ്കാരിക ഘോഷയാത്ര മാർച്ച് 2 വൈകിട്ട് 3:30 മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ സമാപിക്കും. 5:30 പൊതുസമ്മേളനം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സ്വാഗത സംഘം ചെയർമാൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, ജനറൽ കൺവീനർ M. മൻസൂർ തുടങ്ങിയവർ പറഞ്ഞു. കേബിൾ ബ്രോഡ്ബാൻഡ് മേഖലയിലെ വിവിധ പ്രശ്നങ്ങളും ഭാവി സാധ്യതകളും സമ്മേളനം ചർച്ച ചെയ്യും. ഇന്നത്തെ കാലത്ത് പ്രാദേശികവും ഒക്കെയായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾക്കുള്ളൊരു പ്രത്യേകം കൂടിയാണ് കേബിൾ TV ഓപ്പറേറ്റർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. മാധ്യമ മേഖല സാർവദേശീയമായി തന്നെ വലിയ കോർപ്പറേറ്റ് വൽക്കരണം നേരിടുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനകീയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന മേഖലയിൽ സ്വയം സംരംഭകരായി ഉപജീവന മാർഗം നേടുന്ന ആയിരക്കണക്കിന് വരുന്ന ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യണം. സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിനെയും മുമ്പാകെ വെച്ചിരിക്കുന്ന ഈ മേഖലയിലെ പ്രശ്നങ്ങൾ കൂടുതൽ സജീവമായി ചർച്ചകളും സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനും ഒക്കെയായിട്ടുള്ള തീരുമാനങ്ങളെടുക്കുന്ന സംസ്ഥാന സമ്മേളനമാണ് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. മാർച്ച് 3 രാവിലെ 10 കണ്ടംകുളം ജൂബിലി ഹാളിൽ പ്രതിനിധി സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിക്കും.
4 വൈകിട്ട് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പോടെ സംസ്ഥാന സമ്മേളനം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 37ാമത് ചിത്രാഞ്ജലി അഖില കേരള നഴ്സറി കലോത്സവത്തിന് ജൂബിലി ഹാളിലെ PVG നഗറിൽ തുടക്കമായി. 2018 ചിത്രാഞ്ജലി കലോത്സവ ചാമ്പ്യനായ ലക്ഷിത സഞ്ജീതി ഉദ്ഘാടനം നിർവഹിച്ചു. 700ഓളം കുരുന്നുകൾ 2 ദിവസങ്ങളിലായി മത്സരങ്ങളിൽ പങ്കെടുക്കും. വേദി 1 ഗീതാഞ്ജലിയിലാണ് ചിത്രാഞ്ജലി നഴ്സറി കലോത്സവത്തിന്റെ പ്രൗഢമായ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. മുൻ ചാമ്പ്യൻ ലക്ഷിത സഞ്ജീതി 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗത സംഘം വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ മിലി മണി മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ ചിത്രാഞ്ജലിയിലെ ഒരു അലൂമിനി കൂടിയിട്ടാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചിത്രാഞ്ജലി പരിപാടിയിൽ ഞാൻ പങ്കുചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം അത് എനിക്കൊരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം മിക്ക ആൾക്കാരുടെയും സർക്കാർക്കതുമായിട്ടുള്ള ജേർണി എന്ന് പറയുന്നത് അന്നത്തെ കാലത്തൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു കലോത്സവം എന്ന് പറയാനായിട്ട് നമുക്ക് അധികമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചിത്രാഞ്ജലി ആയിരുന്നു ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയാനായിട്ട് എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു അവസരം എനിക്കുണ്ടാക്കി തന്ന ചിത്രാഞ്ജലിയോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. അതേമാതിരി ഒരു അവസരമാണ് ഇന്നത്തെ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് റിട്ടയർഡ് ജോയിന്റ് കമ്മീഷണർ ആർ രാധാകൃഷ്ണൻ IRS അധ്യക്ഷത വഹിച്ചു. ഗീതാഞ്ജലി, രാഗാഞ്ജലി, പുഷ്പാഞ്ജലി, വർണ്ണാഞ്ജലി എന്നീ 4 വേദികളെ കുരുന്നുകൾ കലാപ്രകടനങ്ങൾ കൊണ്ട് ധന്യമാക്കും. 17 ഇനങ്ങളിലായി വിവിധ നഴ്സറികളിലും അംഗനവാടികളിലും LKG, UKG ക്ലാസുകളിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് മത്സരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഫിറോസ് ഖാൻ, മാനുവൽ ആന്റണി, മഹറൂഫ് മണലൊടി, അജീഷ് എന്നിവരും സംബന്ധിച്ചു. ചിത്രാഞ്ജലി പ്രസിഡന്റ് K. നൌഷാദ്, ട്രഷറർ TK ബസന്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പ്രിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിട ഉദ്ഘാടനം മാർച്ച് 2 ശനിയാഴ്ച നടക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. പ്രിസം പദ്ധതിയിലെ 2ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട 5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് ആണ് തുറന്നു പ്രവർത്തിക്കുന്നത്. വളരെയധികം കുട്ടികൾ പഠിക്കുന്ന 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന കേരളത്തിലെ തന്നെ വലിയ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ്. ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ 2 കെട്ടിടങ്ങളാണ്. അതൊന്ന് മൾട്ടിപർപ്പസ് കോംപ്ലക്സ് ആണ്. മൾട്ടിപർപ്പസ് കോംപ്ലക്സ് അതിന്റെ പ്രത്യേകത അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഇൻഡോർ കോർട്ട്, വുഡൻ പാനൽ ചെയ്തിട്ടുള്ള കോർട്ടാണ് കുട്ടികൾ കളിക്കാൻ വേണ്ടി നൽകുന്നത്. അതിനകത്ത് ബാസ്കറ്റ്ബോൾ കോർട്ട്, 3 ഷട്ടിൽ കോർട്ട്, നെറ്റ്ബോൾ കളിക്കാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ അതിനകത്തുണ്ട്. ഏതാണ്ട് 350-ലധികം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ ഇതിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ സർക്കാർ സ്കൂളുകളിൽ ഇത്തരം സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്താറില്ല. ഇതിന് പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, പഠനങ്ങളൊക്കെ പ്രിസവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഇവിടെ വിശദീകരിക്കും. രണ്ടാമത്, ഈ ഫണ്ട്, ഈ മൾട്ടിപർപ്പസ് കോംപ്ലക്സിന്റെ ഫണ്ട് പൂർണ്ണമായും കിഫ്ബി ഫണ്ടാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാറാട് മുണ്ടക്കാട്ട് പറമ്പ് ശ്രീ ദണ്ഡൻകാവിലെ കലങ്കരിയും തിറ താലപ്പൊലി മഹോത്സവവും 4 ദിവസങ്ങളിലായി നടന്നു. ഉത്സവ പരിപാടികളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഉത്സവ പരിപാടികളുടെ തുടക്കമായി ഫെബ്രുവരി 23 ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ K. ശംഭു നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും നാഗപൂജയും നടന്നു. വൈകുന്നേരം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഭക്തർ പങ്കാളിയർപ്പിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായ അന്നദാനം ഫെബ്രുവരി 27 നടന്നു. തുടർന്ന് സന്ധ്യാവേലയും ഉണ്ടായിരുന്നു. 2ാം ദിവസം കലശം എഴുന്നള്ളിപ്പിനു ശേഷം വെള്ളാട്ടുകളും രാത്രിയിലെ താലപ്പൊലി കഴിഞ്ഞ് ഭഗവതി തിറ, ഗുളികൻ തിറ, നാഗത്തിറ, ദണ്ഡൻ തിറ തുടങ്ങിയ തിറയാട്ടങ്ങളും അരങ്ങേറി. 3ാം ദിവസം ചാന്ത് തിറയോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ച് നടയടച്ചു.
ക്ഷേത്രം രക്ഷാധികാരികളായ കാട്ടുപറമ്പത്ത് പവിത്രൻ, ചെമ്പ്ര പ്രകാശൻ, കമ്മലാട്ട് ബാബു തുടങ്ങിയവരും മാതൃസമിതി ഭാരവാഹികളായ രസിത കാട്ടുപറമ്പത്ത്, സുമി കമ്മലാട്ട്, പ്രസീജ കാട്ടുപറമ്പത്ത് തുടങ്ങിയവരും ഉത്സവ പരിപാടികൾക്ക് ഏകോപനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വൈവിധ്യമാർന്ന കലാപരിപാടികളുമായി നല്ലൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 37ാം വാർഷിക ആഘോഷം. പരിപാടി മലയാളം സർവകലാശാല പ്രൊഫസർ ഡോക്ടർ രാധാകൃഷ്ണൻ ഇളയടത്ത് ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കളും അധ്യാപകരും നേതൃത്വം നൽകി. നല്ലൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 37ാം വാർഷികാഘോഷം റോയൽ അലയൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. മലയാളം സർവകലാശാല പ്രൊഫസർ ഡോക്ടർ രാധാകൃഷ്ണൻ ഇളയടത്ത് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നിഷാന TC അധ്യക്ഷത വഹിച്ചു. വാർഷികത്തോടനുബന്ധിച്ച് സ്കൂൾ മാഗസിൻ ഡോക്ടർ രാധാകൃഷ്ണൻ ഇളയടത്ത് നോവലിസ്റ്റായ സന്തോഷ് ആവത്താന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ഫറൂഖ് മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായ KTA മജീദ്, P ബിജീഷ്, സ്കൂൾ ലീഡർ കുമാരി അമേഘ, കുമാരി ശ്രീനന്ദ V തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും PTA അംഗങ്ങളുടെ നൃത്തവും വേദിയിൽ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൊടുവള്ളി ബ്ലോക്ക് 32ാം വാർഷിക സമ്മേളനം കിഴക്കോത്ത് NBT ഹാളിൽ നടന്നു. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജി ദത്ത് ഉദ്ഘാടനം ചെയ്തു. M സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. അനുസ്മരണ പ്രമേയം KK അബ്ദുറഹ്മാൻ കുട്ടി അവതരിപ്പിച്ചു. മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ KV ജോസഫും ജില്ലാ കമ്മിറ്റിയുടെ കൈത്താങ്ങ് വിതരണം C അശോകനും നിർവഹിച്ചു. ജോസ് മാത്യു, സന്തോഷ്, ഫെബിന അബ്ദുൽ അസീസ്, നസീമ ജമാലുദ്ദീൻ, E അബ്ദുൽ അസീസ് എന്നിവരും മറ്റ് പ്രതിനിധികളും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൾസ് പോളിയോ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി മാർച്ച് 3 ഞായറാഴ്ച കേരളത്തിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ചാക്യാർ കൂത്ത് സംഘടിപ്പിച്ചു. ജനതാദൾ S ജില്ലാ ഭാരവാഹികളും നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജില്ലാ ഘടകവും മറ്റ് ജില്ലകളിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരും RJDയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവം മാർച്ച് 1 മുതൽ 8 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.